നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹിറ്റ്ലറുടെ ഏകാധിപത്യ ഭരണ കാലയളവിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. നഗ്നയാക്കപ്പെട്ട് തെരുവിലൂടെ നടത്തപ്പെട്ട ഒരു ജൂത സ്ത്രീയോട് നാസി പട്ടാള ഉദ്യോഗസ്ഥൻ ഇപ്രകാരം ചോദിച്ചു, നിനക്ക് നാണം തോന്നുന്നില്ലേ? അപ്പോൾ ആ പെൺകുട്ടി ഇപ്രകാരം മറുപടി നൽകി, എനിക്ക് നാണം തോന്നുന്നുണ്ട്, പക്ഷേ അതെൻ്റെ നഗ്നതയോർത്തല്ല, നിങ്ങളെ ഓർത്താണ്. 20-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഒരു നൂറ്റാണ്ടിലും സംഭവിക്കാൻ പാടില്ലാത്ത ക്രൂരതയുടെ ദൃശ്യങ്ങൾ മണിപ്പൂരിൽ നിന്നും പുറത്തു വരുമ്പോൾ ആ പാവം സ്ത്രീകളെ വിവസ്ത്രയാക്കി ക്രൂരമായി പീഡിപ്പിച്ച മനുഷ്യരൂപമുള്ള ആ നായ്ക്കൂട്ടങ്ങളോട് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? കഴിഞ്ഞ 80 ദിവസമായി ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനം കത്തുമ്പോൾ അവിടെ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കാത്ത ഭരണകൂടങ്ങളോടും ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? ക്രൂരതയുടെ ഇത്തരം കഥകൾ പുറത്തു വരാതിരിക്കാൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിൻ്റെ പേരാണോ ഡിജിറ്റൽ ഇന്ത്യ? ഒരു സംസ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് പോകൂ സാർ. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഭാരതത്തെ വിവസ്ത്രയാക്കുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ഒപ്പം KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രാഹാം ഇരുമ്പിനിക്കൽ, സാമൂഹ്യ നിരീക്ഷക അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, അങ്ങ് 2 തവണ മണിപ്പൂർ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. ഈ മെയ് 4-ാം തീയതി നടന്ന കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിനെ തുടർന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരു സ്വകാര്യ TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നൽകിയ ഒരു പ്രസ്താവനയുണ്ട്. യു ഷുഡ് നോട്ട് ലിസൺ ടു അലിഗേഷൻസ് ബട്ട് ലുക്ക് അറ്റ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. ഹൺഡ്രഡ്സ് ഓഫ് സച്ച് ഇൻസിഡൻസ് ഹാവ് ഹാപ്പൻഡ്. ദാറ്റ് ഈസ് വൈ ഇന്റർനെറ്റ് ഈസ് ബാൻഡ്. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് വളരെ ലാഘവത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ പ്രസ്താവന ഇറക്കുന്നു, ബിരേൻ സിംഗ് പ്രസ്താവന ഇറക്കുന്നു. മറ്റൊരു വശം കൂടിയുണ്ട്. ഇതുപോലെ ക്രൂരതയുടെ 100 കണക്കിന് കഥകൾ ഇനി മണിപ്പൂരിൽ നിന്നും പുറത്തു വരാനില്ലേ? ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമല്ലേ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ? തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തിൽ ഷെക്കിന TV വളരെ ക്രമീകൃതമായി തന്നെ ജനങ്ങളെ ഈ വസ്തുതകൾ അറിയിക്കാൻ തക്കവണ്ണം മുൻകൈ എടുക്കുന്നതിനായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. നമുക്ക് ശ്രീ എൻ വീരാൻ സിംഗിനെ മുഖ്യമന്ത്രി എന്ന് വിളിക്കാനുള്ള യാതൊരു സാധ്യത ഇപ്പോൾ ഇല്ല. കാരണം അദ്ദേഹത്തിന് മന്ത്രിസഭയില്ല, അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിമാരാരും തന്നെ ഇല്ല. ആ കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹം ഒരു ഒറ്റയാനായിട്ട് ഒളിവിലിരിക്കുകയാണ്, വല്ലപ്പോഴും പുറത്തു വരും. അദ്ദേഹത്തിന് സ്വൈര്യമായിട്ട് സഞ്ചരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. മണിപ്പൂരിൽ ഇംഫാലിൽ മാത്രം സഞ്ചരിക്കാനുള്ള അവകാശമേ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് നാണക്കേടാണ്, വിളിക്കുന്ന ആളുകൾക്ക് നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്തായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? മെയ് 3-ാം തീയതി പ്രശ്നമുണ്ടായി, 4-ാം തീയതി, 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി വരെ അത് കെട്ടിടങ്ങുന്നില്ല എങ്കിൽ ഉടനെ തന്നെ കേന്ദ്ര മന്ത്രിസഭ ഇടപെട്ട് അതിനൊരു പരിഹാരം വരുത്താനായിട്ട് ശ്രമിക്കുകയോ, സാധ്യമല്ല എന്ന് കണ്ടാൽ ഉടനെ തന്നെ അവിടെ പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരികയോ ചെയ്തിരുന്നെങ്കിൽ രംഗം ഇത്രയും വഷളാകുകയില്ലായിരുന്നു. ഇപ്പോൾ ജോജി പറഞ്ഞതായ ആ വിഷയം 3-ാം തീയതി അർദ്ധരാത്രി മുതൽ തന്നെ 1 അല്ല 2 അല്ല 10 അല്ല നിരവധി പെൺകുഞ്ഞുങ്ങൾ, യുവതികൾ അവിടെ നഗ്നരാക്കപ്പെടുക മാത്രമല്ല മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. കൂട്ടബലാത്സംഗത്തിന് അവരെല്ലാം ഇരയായി തീർന്നു. അത് കൂടാതെ അവരുടെ ജീവൻ പോലും നഷ്ടമായ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ 2-3 സ്ത്രീ സഹോദരിമാരുടെ മാത്രമാണ് നമ്മൾ കണ്ടത്. 21 വയസ്സുള്ള ഒരു മോളുടേതും പിന്നെ 42 വയസ്സുള്ള ഒരു സഹോദരിയുടെയും നമ്മൾ കണ്ടു. അത് കൂടാതെ 3-ാമത്തെ ഒരു ചിത്രം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരന്റെ, ഒരു മിലിറ്ററി മാന്റെ, നമ്മുടെ ഇന്ത്യയുടെ കാവൽ കാക്കുന്ന, ഇന്ത്യയുടെ കാവലാളായിരിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ഭാര്യ പോലും അതിനകത്ത് മൃഗീയമായിട്ട് ആ രംഗത്തിലൂടെ കടന്നുപോയി എന്നുള്ള ആ വസ്തുത ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടാതെ
വേറെ 2 സഹോദരിമാരുടെ സംഭവം കൂടെ ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറയുകയുണ്ടായി. ഷക്കീനെ പുറത്തുവിട്ടതായ വീഡിയോയിൽ അത് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സഹോദരിമാര് കാർ വാഷിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി വന്ന് ഇംഫാലിൽ വർക്ക് ചെയ്ത 2 സഹോദരിമാരെ, ചേട്ടത്തി അനിയത്തി, വളരെ മൃഗീയമായിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ബലാത്സംഗം ചെയ്യുക മാത്രമല്ല അവരുടെ ശരീര അവയവങ്ങൾ പോലും കട്ട് ചെയ്തെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഡെഡ് ബോഡീസ് ഇപ്പോഴും അടക്കം ചെയ്യാതെ ലംക മെഡിക്കൽ കോളേജിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയതാണ്. ഷെഗീന ടിവിയുടെ ഒരു ക്യാമറമാൻ പ്രിയപ്പെട്ട സിയോനും ഞാനും ഒക്കെ ആ കാഴ്ചകൾ കണ്ടതാണ്. ഇത്രയും മൃഗീയമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. അതുകൂടാതെ ഒരു സഹോദരന്റെ തല വെട്ടി കൊണ്ടുവന്ന് വേലിപ്പത്തിൽ വെച്ചത് നമ്മള് വളരെ വളരെ വേദനയോടുകൂടി കണ്ടാണല്ലോ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ച സംഭവങ്ങൾ, അതെല്ലാം നടന്നിരിക്കുന്ന മണിപ്പൂരിലാണ്. അതിനകത്ത് ജാതിയോ മതമോ വർഗമോ ഒന്നും നമ്മൾ നോക്കണ്ട. ഒരു മനുഷ്യ ജീവനാണ് ഇങ്ങനെ കൊലക്കത്തിക്ക് ഇരയായി തീർന്നിരിക്കുന്നത്, തീക്ക് ഇരയായി തീർന്നിരിക്കുന്നത്, മൃഗീയമായ വേട്ടയ്ക്ക് ഇരയായി തീർന്നിരിക്കുന്നത് മറന്നു പോകരുത്. മാത്രമല്ല പോലീസിന്റെ കയ്യിൽ നിന്നാണ് ഈ നഗ്നമാക്കപ്പെട്ട സഹോദരിമാരെ എടുത്തുകൊണ്ട് പോയെന്നുള്ളത് കൂടെ ഓർക്കുമ്പോഴാണ് എത്ര ഹീനമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് മണിപ്പൂരിനെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് മണിപ്പൂരില് ഒളിവിലായിരിക്കുന്ന ഒരു മിനിസ്റ്ററുമായി നേരിട്ട് കണ്ട് ദീർഘനേരം സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആ വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തുവിടുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒന്നും സമയമായിട്ടില്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അദ്ദേഹത്തിൽ നിന്നും കൂടെ കേൾക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും ഈ വസ്തുതകളെ, ഈ കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് ജനങ്ങളുടെ തല മരവിച്ചിരിക്കുകയാണ്. സംസാരിക്കാൻ കഴിയാത്തവണ്ണം അത്രമാത്രം നമ്മുടെ അധരങ്ങളെല്ലാം തന്നെ പൂട്ടിവെക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ വിഷമിക്കുകയാണ്. പാർലമെന്റിൽ ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഇത് എത്രയും വേഗത്തിൽ പരിഹരിക്കേണ്ടതായ ഒരു വിഷയമാണെന്ന് ഏറ്റു പറയാനോ നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിയോ ഹോം മിനിസ്റ്ററോ തയ്യാറാകുന്നില്ല എന്ന് വളരെ ഖേദകരമായ കാര്യം. അപ്പൊ ജോർജിയുടെ ആദ്യത്തെ പറഞ്ഞതുപോലെ തന്നെ നാം ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ ലജ്ജിക്കേണ്ടി വരുന്നു എന്നുള്ളതും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം ഫാദർ ജോൺസൺ തേക്കടിയിൽ ഈ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന എത്രത്തോളം ലാഘവമാണ്. ഈ ഒരു ക്രൂരതയുടെ ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിലെന്തിരിക്കുന്നു എന്ന ഒരു ധ്വനിയുള്ള ഒരു പ്രസ്താവന, ഇത്രത്തോളം ഒരു നിരുത്തരവാദിത്വപരമായി ഒരു പ്രവർത്തിക്കുന്ന ഈ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുവാൻ എന്തുകൊണ്ട് കേന്ദ്ര ഭരണകൂടം ഇത്രത്തോളം അമാന്തിക്കുന്നു? ഈ ക്രൂരതയുടെ ഒരു ദൃശ്യങ്ങൾ പുറത്ത് വന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിക്കേണ്ടി വന്നത്. ഇത്രത്തോളം കാത്തിരിക്കേണ്ടി വേണമായിരുന്നോ പ്രധാനമന്ത്രിക്ക് ഈ ഒരു സംസ്ഥാനം ഇത്ര നാൾ കത്തുമ്പോൾ പ്രതികരിക്കാൻ? ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ അതിനകത്ത് ജോർജി ഒരു പ്രത്യേക കാര്യം, ഇദ്ദേഹത്തെ ഇൻസ്റ്റോൾ ചെയ്ത മുഖ്യമന്ത്രിയാക്കിയ ആളുകള് അതിന് ഉത്തരവാദികളാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ചില പ്രസ്താവനകൾ നടത്താൻ കഴിയും. ഇപ്പൊ ഞാൻ പല കാര്യത്തിലും സൈലന്റ് ആണ്. എനിക്ക് സംഭവങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിസഭയിലുള്ള ആളുകൾ തന്നെയാണ്. എല്ലാ രഹസ്യങ്ങളും, രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ പുറത്തേക്ക് വിടണമെങ്കിൽ, പറയണമെങ്കിൽ, ഇതിനൊക്കെ കൃത്യമായി മറുപടി തരണമെന്നുണ്ടെങ്കിൽ ആ പേപ്പറുകൾ എന്റെ കരങ്ങളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഞെട്ടാൻ പോവുകയാണ്, നമ്മളെല്ലാം, ഞാനൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. പല കാര്യങ്ങളും സംസാരിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഭയമാണ്. ആ ഒരൊറ്റ വാക്കിലെല്ലാം അടങ്ങിയെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ഫാദർ ജോൺസൺ തേക്കടിയിൽ. ഞാൻ സിസ്റ്റർ ജോസിയിലേക്ക് പോവുകയാണ്. കാരണം സ്ത്രീത്വത്തിന് നേരെയുള്ള അതിക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നത്. അതുകൊണ്ട് സിസ്റ്റർ ജോസിയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. സിസ്റ്റർ ജോസിയ, കഴിഞ്ഞ ദിവസം അങ്ങ് ഫേസ്ബുക്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കുറിപ്പ് പങ്കുവച്ചു. അതിൽ ഒരു വാചകം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആമസോൺ കാടുകളേക്കാൾ ഭീകരമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ 40 ദിവസം ഒരു അപകടവും കൂടാതെ വന്യജീവികളുടെ മധ്യേ, വിഷജന്തുക്കളുടെ മധ്യേ 4 കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു എന്നൊരു ശ്രദ്ധേയമായിട്ടുള്ള, പല അർത്ഥങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു സെന്റൻസ് കൂടി അങ്ങ് പങ്കുവച്ചു. വളരെ കഠിനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ പല വാക്കുകളും.
ഈ ഒരു പോസ്റ്റിന് പിന്നിലെ ഒരു ചേതോവികാരം എന്താണ് സിസ്റ്റർ ജോസിയ? ഞാൻ വളരെയധികം വേദനയോടുകൂടി എഴുതിയ ഒരു സെന്റൻസും അതുപോലെ തന്നെ കുറിപ്പും അതുപോലെ തന്നെ ഒത്തിരിയേറെ വിഷമിച്ചും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടുമാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ഒറ്റ തവണയെ എനിക്കത് കാണാൻ സാധിച്ചുള്ളൂ. ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഞാനൊരു സന്യാസിനിയായിട്ടോ ഒരു അഡ്വക്കേറ്റ് ആയിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. വളരെ വേദനാജനകമായ വിധം നമുക്കൊക്കെ അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇന്ന് ഒരുവിധം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളും, ബാലവൃദ്ധം ജനങ്ങളും കണ്ടതാണ്. അത് ആമസോൺ കാടിനേക്കാൾ വളരെ ഭീകരമാണ് എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു ആനയ്ക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോയ ഒരു നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ വസിക്കുന്ന ഒരിടമാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു പോയി, ഇന്ത്യയിൽ അഭിമാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളോടും കൂടി ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ അവനൊരു പശുവായി പിറക്കണം, അല്ലെങ്കിൽ ഒരു പട്ടിയായോ അല്ലെങ്കിൽ ഒരു ആനയായോ പിറക്കേണ്ട ഗതികേട് ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിരിക്കുകയാണ്. എത്രയധികം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടിയൊരു ഉദാഹരണം നമുക്ക് ആവശ്യമില്ല. കാരണം ഒരു സ്ത്രീ, നമ്മളിപ്പോ എല്ലാവരും പറയും ഒരു സ്ത്രീയുടെ നഗ്നതയെ തുറന്നു കാട്ടിയെന്ന്. എന്താണ് ഒരു സ്ത്രീയുടെ നഗ്നത എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അവളുടെ ചാരിത്ര്യം, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നു. അവൾക്കിനി എന്താണ് രഹസ്യമുള്ളത്? ഈ ലോകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു സ്ത്രീയുടെ നഗ്നതയല്ല അനാവരണം ചെയ്യപ്പെട്ടത്, അവളുടെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളല്ല അനാവരണം ചെയ്യപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയും ഒരു മനുഷ്യന് കുലീനതയോടുകൂടി അന്തസ്സോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാം എന്ന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതുമായ ഒരു ഉറപ്പിന്മേൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയാണ് ഇവിടെ വലിച്ചു കീറിയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഒരു സ്ത്രീയുടെ അവിടെ മറ്റു വായിച്ചറിഞ്ഞ, എനിക്ക് അച്ഛനെ പോലെ നേരെ കണ്ടുള്ള പരിചയമോ ഒന്നുമില്ല. ആകെ കിട്ടുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ലഭിക്കുന്ന അറിവും പത്രം വായിക്കുന്നതിലൂടെ ലഭിക്കുന്ന അറിവും പിന്നെ അതുപോലെ കണ്ട് കേട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതും കാണുന്നതും കൊണ്ടുള്ള അറിവും വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ മെയ് 4-ാം തീയതി നടന്ന ഈ സംഭവത്തില് കാട്ടിൽ ഒളിച്ചിരുന്ന 8 സ്ത്രീകളും ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ മകനും 8 സ്ത്രീകളും കാട്ടിൽ ഒളിച്ചിരുന്നിടത്ത് നിന്ന് ഈ 8 സ്ത്രീകളെയും ഈ പുരുഷന്റെയും ഈ മകന്റെയും മുൻപിലിട്ട് ബലാത്സംഗം ചെയ്യുകയോ അത് തടയാൻ ചെന്ന് അവരെ തലയ്ക്കടിച്ച് കൊന്നു എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. ഈ 8 സ്ത്രീകളെയും അവർ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് അവരെ തലയ്ക്കടിച്ചു കൊന്നു എന്നുള്ളത്. ഇവിടെ ഇന്ത്യയില് ഇന്ന് ഈ ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏതെങ്കിലും സ്ത്രീകൾ, അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ നിങ്ങൾ തുനിയുന്നുണ്ടെങ്കിൽ തലയ്ക്കടിയേറ്റ് മരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭീകരമായി നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാടാണ് ആമസോൺ കാടിന്റെ വന്യത. അതിൽ പെട്ടുപോയാൽ പെട്ടതാണ്. പകൽ വെളിച്ചത്തിൽ പോലും സൂര്യപ്രകാശത്തിന്റെ ഒരു അംശം കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു അത്രമാത്രം ഇരുട്ട് നിറഞ്ഞതും വിഷപ്പാമ്പുകൾ നിറഞ്ഞതും. അന്ന് കുട്ടികൾ രക്ഷപ്പെട്ട സമയത്ത് ആമസോൺ കാടിനെ കുറിച്ച് എഴുതിയൊരു വരി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കാറ്റത്ത് പൊഴിഞ്ഞു വീഴുന്ന ഒരു പൂവിന്റെ അറ്റത്തു പോലും വിഷമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു കാടാണത് എന്നൊരു വാചകം. അങ്ങനെ അപകടകരമായ ഒരു കാട്ടിൽ നിന്ന് 4 കുട്ടികൾ രക്ഷപ്പെട്ടുവെങ്കിൽ അവരുടെ ധീരത കൊണ്ട്, അവരുടെ ഈ കാടിനെ കുറിച്ചുള്ള അറിവും അവരുടെ പരിചയവും എല്ലാറ്റിനും ഉപരിയായി ദൈവസംരക്ഷണവും കൊണ്ട് അവർ രക്ഷപ്പെട്ടുവെങ്കിൽ, ഒരു കാടിന് പോലും ഇത്രയധികം ഒരു മനുഷ്യനെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റുമെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അങ്ങനെ ഒരു സ്ത്രീയെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് കരുത്തുറ്റുള്ള ഒരു പുരുഷൻ ആ നാട്ടിലില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ഒപ്പം തന്നെ സിസ്റ്റർ ജോസിയ, ഈ ആമസോൺ കാടുകളുടെ കാര്യം അങ്ങ് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു ആനയെ മറ്റൊരു കാട്ടിലേക്ക് അയക്കുവാൻ നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടിയ സന്നാഹങ്ങളെക്കുറിച്ചും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ 2 സ്ത്രീകൾ, ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്നത് അവളുടെ ഒരു മാനമാണ്, ചാരിത്ര്യമാണ്.
അത് നശിപ്പിക്കപ്പെടുന്നത് ഒരു പബ്ലിക്കായിട്ട് ലോകം മുഴുവൻ കാണുന്ന ഒരു അവസ്ഥ. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ ഭരണകൂടത്തിനുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ. പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു വാക്കുകൾ, ഇതുപോലെ പല ഇൻസിഡൻസും നടന്നിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം ഈ ഒരു സംഭവത്തെക്കുറിച്ച് മെയ് 4-ാം തീയതി മുതൽ ഭരണകൂടത്തിന് അറിയാം എന്നതിൻ്റെ ഒരു ധ്വനി കൂടി അതിലുണ്ട്. എന്നിട്ടും ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാത്തിരുന്നു. ഇതിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാൻ എത്ര ലജ്ജാകരം എന്ന് തന്നെയല്ലേ നമുക്ക് ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത് സിസ്റ്റർ ജോസിയ? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല കാര്യത്തില്. കാരണം നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു മാനഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും ഏതു മതത്തിൽ വിശ്വസിക്കാനും അന്തസ്സോടുകൂടി ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉറപ്പുതരുന്ന ഒരു ഭരണഘടന നമ്മുടെ എല്ലാം അഭിമാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു നാട്ടിൽ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇത്ര പബ്ലിക്കായിട്ട്, പ്രൈവറ്റ് ആയിട്ട് പോലും ഒരു സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കേണ്ടത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഓരോ വ്യക്തിയുടെയും അവളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചുറ്റുപാടുകളുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കുവാൻ, അവളെ സഹായിക്കുക, മാനമായിട്ട് ജീവിക്കുവാൻ, അന്തസ്സോടെ ജീവിക്കുവാൻ അവളെ സഹായിക്കുക എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, ജനക്കൂട്ടത്തിന്റെ ആരവം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. റോഡിലൂടെ പരേഡ് പോലെ, പരേഡ് എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പരേഡായി നടത്തിക്കൊണ്ടുവന്ന് അവളെ അടിക്കുന്നു. അതിനുശേഷം അവളുടെ രഹസ്യഭാഗം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവളുടെ ലൈംഗിക അവയവത്തിൽ തന്നെ സ്പർശിക്കുകയും അതുപോലെ അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്ത വ്യക്തികൾ. അതിനുശേഷം അവളെ വയലിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി അവിടെ ക്രൂരമായ ബലാത്സംഗം ചെയ്തെന്ന് തടയാൻ ശ്രമിച്ച ഒരു 19 വയസ്സുകാരൻ ആങ്ങളെ കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ എന്നും ഞാൻ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ദുരന്തം നടന്നാൽ ആ വീടിന്റെ നാഥൻ എത്രമാത്രം കരുതലോടുകൂടി ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുടുംബത്തെ കരകയറ്റാൻ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ എത്രമാത്രം ഉത്തരവാദിത്വം ഒരു കുടുംബനാഥനുണ്ട് എന്ന് ഉള്ളത് നമുക്കറിയാവുന്നതാണ്. അതിലും എത്രയോ വലിയ ഉത്തരവാദിത്വമാണ് ഇത്രയും കോടി ജനങ്ങളുടെ മുഴുവൻ വിശ്വാസത്തിന്മേലാണ് ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ നായകനായി, എനിക്ക് ആ പദം ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ പോലും, അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. ഈ വ്യക്തി 79 ദിവസം ടെലിഗ്രാഫ് പത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രത്തിലെ ഇന്നത്തെ ഫ്രണ്ട് പേജിൽ 79 ഡേയ്സ് കഴിഞ്ഞപ്പോ ക്രൊക്കഡൈലിന്റെ കണ്ണുനീർ വന്നു എന്നുള്ള ഒരു വിധത്തിലൊരു ചിത്രീകരണം ഞാൻ കാണുകയുണ്ടായി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഒരു നായകനെ നമുക്ക് അതിന്റെ നിസ്സഹായ അവസ്ഥയെ, അയാളുടെ ഒന്നും ചെയ്യാനുള്ള കഴിവില്ലായ്മയെ ചിത്രീകരിക്കാൻ പറ്റുക? ഇത് 79 ദിവസം, ഇന്നും കൂടെ കൂട്ടി 80 ദിവസമായിട്ടും ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്ന് എന്താണ് ഒരു ഭരണാധികാരിന്റെ കഴിവ് മറച്ചുവെക്കാൻ, അല്ല കഴിവുകേട് മറച്ചുവെക്കാൻ ഇന്റർനെറ്റ് കട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവനവന്റെ കഴിവുകേടിനെ കുറിച്ച് മനസ്സിലാക്കി ഒന്നുകിൽ അത് പറ്റുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് പിൻവാങ്ങുക, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. ചെയ്ത കാര്യങ്ങളിലെല്ലാം തോൽവിയാണെന്നുള്ളത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനോ തന്റെ പ്രജകൾ നേരിടുന്ന റോം കത്തിയപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. മണിപ്പൂര് കത്തിത്തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, വന്ദേ ഭാരത് ട്രെയിൻ അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഫിലിം സ്റ്റാർ പറഞ്ഞതാണ്, അത് ഏതെങ്കിലും ഒരു റെയിൽവേ മാസ്റ്റർക്ക് ചെയ്യാനായിട്ട് പറ്റും, താങ്കൾ ഇപ്പോൾ മണിപ്പൂരിലായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നടിച്ചതാണ്. എന്നിട്ട് പോലും ഇങ്ങനെ ഉദ്ഘാടനങ്ങളും മറ്റു വിദേശ സന്ദർശനങ്ങളും ഒക്കെയായി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ നടന്നിട്ട് ഇപ്പോൾ ഈ 79-ാം ദിവസം 80-ാം ദിവസം പൊഴിക്കുന്ന മുതലക്കണ്ണീരിന് ഒരു വിലയും നമുക്ക് നൽകാനാവില്ല, അതിനകത്തൊരു വിശ്വാസ്യതയും ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നിവർത്തികേടിന്റെ പേരിൽ അവരെ കസ്റ്റഡിയിലെടുത്തെന്നും അറസ്റ്റ് ചെയ്തെന്നും മാത്രമേ. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ തന്നെ സിസ്റ്റർ ജോസിയ ആ ഒരു വിഷയം അവതരിപ്പിച്ചു. ഫാദർ എബ്രാഹിം ഇൻബിനിക്കൽ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് ശ്രദ്ധേയമായിട്ടുള്ള വളരെ മികച്ച നല്ലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്ന് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോർ വാചകം ഇതാണ്: വെറുപ്പിൻ്റെ കൊയ്ത്തുപാടത്തേക്ക് നമ്മുടെ മക്കളെ വേട്ടമൃഗങ്ങൾ തൊലി ഉരിഞ്ഞ് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ എന്നൊരു കോറായിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഈ സമാനമായിട്ടുള്ളൊരു ദൃശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്നിരുന്നു. 2008 കണ്ടമാൽ കലാപ കാലത്ത് 28 വയസ്സുള്ള ഒരു പാവം കന്യാസ്ത്രീയെ ഒരു കൂട്ടം കബാലികർ
ഈ കൂട്ട ബലാത്സംഗം ചെയ്യുന്നു, ഒപ്പം തന്നെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തുന്നു ഒരു വൈദികനൊപ്പം. സമാനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ 2023 നാം കാണുന്നു. മണിപ്പൂരിൽ നിന്ന് മെയ് മാസം 4-ാം തീയതി 2 സ്ത്രീകളെ ഈ സമാന സ്വഭാവമുള്ള ഒരു മനുഷ്യ രൂപമുള്ള മൃഗങ്ങൾ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു. ഇവരെ നയിക്കുന്ന ഒരു സംസ്കാരം എന്താണ് ഫാദർ എബ്രഹാം ഇരുമ്പിനിക്കൽ? ഇത്തരം വർഗീയ വംശീയ കലാപങ്ങളിലെല്ലാം ഇരകളാകുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്ന ശരീരത്തിലേക്ക് അക്രമം എത്തിക്കുന്നവരാണ് വർഗീയ സ്വഭാവമുള്ള അക്രമങ്ങളിൽ. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ 2002 ഗുജറാത്ത് കലാപം, അല്ലെങ്കിൽ 1947 വിഭജന കാലത്ത്, ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഈ പറഞ്ഞ ഗുജറാത്ത്, ഈ പറഞ്ഞ കണ്ടമാൽ, ഇവിടങ്ങളിലെല്ലാം നടപ്പിലാക്കുന്ന ഒരു അജണ്ടയുണ്ട്. ഇത് കൃത്യമായ വർഗീയ ലബോറട്ടറി പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ് ഇതൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതേ ഫോർമുല തന്നെയാണ്. നമ്മൾ ഇത് കുക്കി, മെയ്തൈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു കലാപത്തിന്റെ ഉപോൽപ്പന്നമായിട്ട് സംഭവിച്ച ഒരു അക്രമമാണ്, എത്ര ലളിതമാണ് എന്ന് അല്ലെങ്കിൽ ഇത്തരം ഗോത്ര കലാപങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രത്യയശാസ്ത്രത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ മറ്റൊരു കണ്ണട കൊണ്ട് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അബദ്ധം പറ്റി. കാരണം ഇത് തീരുമാനിച്ചുറപ്പിച്ചവർക്ക് ഏതു തരത്തിലാണ് ഇതിന്റെ ഒരു നറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട്. അത്തരം ഒന്നിൽ അന്ധമായ ചർച്ചകൾ ഇപ്പോഴും ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെയും വിജയം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ വെറുപ്പിന്റെ കൊയ്ത്തുപാടത്തേക്ക് അവര് ഭാരതത്തിന്റെ പുത്രിമാരെ വിവസ്ത്രരാക്കി തൊലി ഉരിഞ്ഞു കൊണ്ടുപോകുന്നത് ഈ കൊയ്ത്തിനുള്ള കാലമായി എന്നുള്ളത് തന്നെയാണ്. അത് എത്ര സൂചനാപരമായിട്ടാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നതെന്ന് മനസ്സിലാക്കാം. അവിടേക്ക് വനിതകളെ, ആ നാടിന്റെ മക്കളെ കൊണ്ടുപോയിട്ട്, അത് മെയ് 4-ാം തീയതി സംഭവിച്ചതാണെന്ന് ഓർക്കണം. ഇപ്പോൾ ഈ മുതലക്കണ്ണീര് ഒഴുക്കിയ നടപടി ഉണ്ടാകുന്ന സുപ്രീം കോടതി അതിൽ നേരിട്ട് ഇടപെട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെ അത് വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു ഏറ്റവും ആദ്യം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗം തന്നെ എത്ര അധംപതിച്ചതാണ്. വീഡിയോ നീക്കം ചെയ്യാനാണ് ഭരണകൂടം ശ്രമിച്ചതെന്നുള്ള ഓർക്കുമ്പോൾ അത് ആ ഇരകൾക്ക് നീതി കിട്ടുന്നതിനെ കുറിച്ചോ വേട്ടയാടപ്പെടുന്ന ആളുകളെ ആശ്വസിപ്പിക്കണമെന്നോ അവിടെ സമാധാനം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതല്ല ആദ്യത്തെ ആഗ്രഹം. ഇതിലെ ഒരാളെ, നാമമാത്രമായ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. ഇത് അറസ്റ്റിലൊന്നും കഥയില്ലെന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ ബൽക്കിസ് ബാനുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഗുജറാത്ത് കലാപത്തിന്റെ ഇരയുടെ, അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് അത്തരം ഇരകൾ ഇത്തരം കേസുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ഭരണകൂടത്തിന്റെ ഇത്രയും മഹാഭൂരിപക്ഷം വരുന്ന ആൾബലവും സമ്പത്തും അധികാരവും ഒന്നിച്ചു ചേരുന്ന ഒരു ശത്രുവിനെ എതിരിടാൻ നിയമബോധത്തെ മാത്രം, കോടതിയെ മാത്രം ആശ്രയിച്ച് ഒരാൾ തയ്യാറാകുക എന്നുള്ളത് അപൂർവമാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഏറ്റവും ഒടുവിൽ 11 പേരാണ് അതിൽ ശിക്ഷിക്കപ്പെട്ട. അതിൽ 11 പേരെയും കഴിഞ്ഞ ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റിന്റെ സമയത്ത് പുറത്തിറക്കി. അവര് ലഡു വിതരണം ചെയ്യുന്നു. അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് ആളുകൾ അവരെ സ്വീകരിക്കുന്നു. ഏതുതരം ഒരു വിളഭൂമിയിലാണ് നമ്മുടെ ഈ ഭാരതം നിലനിൽക്കുന്നത് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന, മതേതര മനസാക്ഷിയുള്ള എല്ലാവരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ജോർജ് ചോദിച്ചതുപോലെ ഏത് കൊയ്ത്തുപാടത്താണ് ഇങ്ങനെ വിവസ്ത്രരായി നിൽക്കുന്നത്? ഭാരതം തന്നെയാണ് വിവസ്ത്രയായി നിന്നത്, ഭാരതം തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ സാക്ഷരത ജനാധിപത്യത്തെ കുറിച്ച് നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ. ഇതിലും ചെറിയ വിഷയങ്ങളുടെ പേരിൽ എത്രയോ ചർച്ചകൾ, എത്രയോ വലിയ കടുത്ത നടപടികൾ ഭരണകൂടങ്ങൾ നേരിടുമ്പോൾ ചോദിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം കേന്ദ്രം മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളുടെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് അവർ കയറൂരി വിട്ട ഒരു അജണ്ടയുടെ, ഹിന്ദുത്വ അജണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായി അതിനെ മനസ്സിലാക്കണം. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ, ഭാരതത്തിലെ പൗരന്മാർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ സാമാന്യ ബോധത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഒരു ഇടത്ത് വെറുപ്പ് വിറ്റ് അത് മുതലാക്കാൻ സാധിക്കുമെന്നും അത് രാഷ്ട്രീയ അധികാരം കൈയാളാൻ
ഉള്ള ഒരു ഉപകരണമാണെന്നും നിരന്തരമായി അത് നിറവേറ്റുന്നതിന് ഈ വെറുപ്പിന്റെ കച്ചവടം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്നും പരീക്ഷിച്ചറിഞ്ഞത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗോത്രങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ സംഭവിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാരതം മുഴുവൻ വെറുപ്പിന്റെ ഒരു വിളഭൂമിയായി, ഒരു പാടമായി, വിശാലമായ ഒരു പാടമായി, ജനാധിപത്യം കുഴിച്ചുമൂടി ഏകാധിപത്യം പുലരുന്ന, കൊയ്തെടുക്കുന്ന ഒരിടമായി, അത്തരം പ്രത്യയശാസ്ത്രക്കാരുടെ അടുക്കളയിൽ ചുട്ടെടുത്ത അപ്പമായി ഇത് ഓരോ സംസ്ഥാനങ്ങളിലും ഇത് ഇവർ വിതരണം ചെയ്യും. അത് ഭക്ഷിച്ച് ഇതൊരു വൈറസ് പോലെ ഈ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ വിഴുങ്ങുന്നത് ഇപ്പോൾ ഈ വെളിച്ചമുള്ള കാലത്ത് നമ്മളെല്ലാവരും അന്ധരായി മാറുന്നതിന് തൊട്ടുമുമ്പ് അല്പമെങ്കിലും വെളിച്ചം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ എതിർക്കണം. അതിന് ജനാധിപത്യ ബോധമുള്ള, മതേതര മനസ്സുള്ള, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ദേശത്തെ പൗരന്മാർ ഒന്നിക്കണം, സ്വരമുയർത്തണം. ഇത്തരം അനീതിയാണെന്നും തെറ്റാണെന്നും വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കേണ്ട ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത്. യെസ്, വളരെ വ്യക്തമാണ്. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, ഈ മണിപ്പൂരിൽ സംഭവിച്ചത് ഈ വംശീയവും വർഗീയവുമായിട്ടുള്ള പല ഫാക്ടേഴ്സും ഈ കൂട്ടിക്കൊഴിച്ചുണ്ടാക്കിയ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ആ മണിപ്പൂരിൻ്റെ ഭരണാധികാരിയായ ബിരേൻ സിംഗ്, മേത്തേ വിഭാഗത്തിൽപ്പെട്ട ഈ ബിരേൻ സിംഗ്, അദ്ദേഹത്തിന് മുന്നിൽ നേരത്തെ ഇബ്രാഹിം ഹസൻ പറഞ്ഞതുപോലെ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം ഈ ബിരേൻ സിംഗിനെ ചാരി അല്ലെങ്കിൽ മോഡി നിന്നു കഴിഞ്ഞാൽ അത് ഇനി 2024 ലോക്സഭാ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു. അത് തീർച്ചയായും ഈ കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിക്ക് അതൊരു അപകടം ചെയ്യില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ? ഡോക്ടർ ജോൺസൺ തേക്കടി. ജോർജി, എന്നെ കൊണ്ട് ഉത്തരം പറയിക്കാനായിട്ട് തന്നെ ജോർജ് വീണ്ടും ഇടുന്നത്. എനിക്കതിപ്പോ പറയുന്ന ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും സൂചനകൾ തരാം. അത് മാത്രമേ ഇപ്പൊ പറ്റുള്ളൂ. ഞാൻ അവിടുത്തെ തന്നെ മന്ത്രിമാരുമായിട്ട് സംസാരിച്ച കാര്യം പറഞ്ഞല്ലോ, ഒളിവിലായിരിക്കുന്ന മന്ത്രിമാരുമായിട്ട്. അവര് ശ്രീ അമിത്ഷാജിയെ കാണാനായിട്ട് ഒരു റിസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവരോട് പറഞ്ഞ ഒരു വാചകം എന്നെ വളരെ പേടിപ്പിച്ചു. അവരും പേടിച്ചിരിക്കുകയാണ്. പറഞ്ഞത്, നിങ്ങൾ ഈ രാജിക്കത്ത് തന്നിട്ട് നിങ്ങളുടെ റൂമിലേക്ക് തിരിച്ചെത്തുമെന്ന് എന്താണ് ഉറപ്പ്? മനസ്സിലായോ? ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലായോ? ഈ രാജിക്കത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റൂമിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? ആ ഒരു ചോദ്യത്തോടുകൂടെ ഒരു മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ എല്ലാ വീര്യവും ധൈര്യവും ചോർന്നു. എന്തുകൊണ്ട് വീരാൻ സിംഗിനെ അവർ ശ്രീ വീരാൻ സിംഗിനെ അവർ പുറത്താക്കുന്നില്ലെന്നുള്ള ചോദ്യമാണ് ജോർജ് കൂടെ എന്നോട് ചോദിക്കുന്നത്. അതിന്റെ കാരണം ജോർജി പറ്റിയല്ല, അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന ഒരു പദവിയാണത്. വില കൊടുത്തിരിക്കുന്നത് ആർക്കാണോ അവരാണ് ഇപ്പോൾ ഈ കച്ചവടത്തിൽ ഭീതിദായകരായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തത്വത്തിൽ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹവുമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയോ പറഞ്ഞാലും ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള 21 MLA-മാർ അദ്ദേഹത്തിനെതിരാണ്. പ്രതിപക്ഷം കൂടാതെ, അദ്ദേഹത്തിന്റെ ഭരണപക്ഷത്തിലുള്ള മന്ത്രിമാർ കൂടാതെ 21 MLA-മാര് അദ്ദേഹത്തിനെതിരാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നില്ല? ആ ചോദ്യത്തിന്റെ മറുപടി പലതിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ടൊരു വാക്യമുണ്ടല്ലോ, മറവായിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്തേക്ക് വരാതായിട്ട് ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അപ്പൊ ഒരു ദിവസം ഇതെല്ലാം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായി നമ്മുടെ മനസ്സിനെ പരിചയപ്പെടുത്തിക്കൊള്ളുക. അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളൂ. ഒപ്പം ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഒരു വാചകം, ഈ വെളിച്ചത്തേക്ക് വരാതിരിക്കാൻ ഈ മറവിലിരിക്കുന്ന പലതും, അത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാനല്ലേ ഇത്തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് ബാനൊക്കെ? ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞു പല പേപ്പേഴ്സും അങ്ങയുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ ഇന്റർനെറ്റ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഈ മണിപ്പൂർ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്ന അങ്ങേപ്പോലുള്ളവരുടെ കൈകളിൽ നേരത്തെ തന്നെ എത്തിച്ചേരുമായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഈ ഒരു പിക്ചർ ലോകം അറിയുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്റർനെറ്റ് ബാന്, നമുക്കറിയാം ഒരു ഭരണകൂടം ഒരു ഇന്റർനെറ്റ് സംവിധാനം നിശ്ചലമാക്കുന്നത് അവിടെ ഒരു കലാപം നടക്കുമ്പോൾ ഈ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് വരാതിരിക്കുക. പക്ഷേ എങ്കിൽ പോലും ഈ 80 ദിവസത്തോളമായി ചില സ്ഥലങ്ങളിൽ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പക്ഷേ ഒരു സംസ്ഥാനത്ത് ഒരു 80 ദിവസത്തോളമായി പൂർണ്ണ തോതിൽ ഒരു ഇന്റർനെറ്റ് സംവിധാനം അത് പുനഃസ്ഥാപിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല.
അതിന്റെ പിന്നിൽ ഈ ഇത്തരത്തിലുള്ള രഹസ്യമായ അജണ്ടകളിൽ അങ്ങേപ്പോലെയുള്ളവരുടെ കൈകളിലേക്ക് ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എത്താതിരിക്കുക, ഇത്തരം വീഡിയോസ് പുറത്തു വരാതിരിക്കുക, തങ്ങളുടെ കഴിവുകേട് ലോകം അറിയാതിരിക്കുക, ഇതൊക്കെയല്ലേ അതിന്റെ ചില അജണ്ടകൾ? ഡോക്ടർ ജോൺസൺ തേക്കടി. തീർച്ചയായിട്ടും. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ആവശ്യമായിരിക്കുന്ന വാർത്തകൾ മാത്രം ചമയ്ക്കുകയാണ് ചിലയിടങ്ങളിൽ നിന്നുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗം കൊണ്ട്. അവർക്ക് വായിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയ വാർത്തകൾ മാത്രം. ഞാൻ ഉദാഹരണം പറയാം. ഇംഫാലിൽ ഞാൻ പല മേഖലകളിലേക്കും പല ആളുകളിലേക്കും സംസാരിക്കാനായിട്ട് ഇറങ്ങിച്ചെന്നു. പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവിടുത്തെ സിവിലിയൻ സൊസൈറ്റിയിലെ ലീഡേഴ്സുമായിട്ട്, സമാധാന പ്രിയരായിട്ടുള്ള ജനങ്ങളുമായിട്ട്. അവരെല്ലാം ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇവിടെ ഒരു മന്ത്രിസഭയില്ല, പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ട് ഇന്റർനെറ്റ് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ മറ്റു പത്രങ്ങൾ വരാതിരിക്കുന്നതിന്റെ കാരണം, അവിടെ മറ്റു പത്രങ്ങളൊന്നും വരാൻ അനുവാദമില്ല. അവിടെ പ്രിന്റ് ചെയ്യുന്ന പത്രങ്ങളാണ് വരുന്നത്. അവിടെ പ്രിന്റ് ചെയ്യുന്നത് അവരെല്ലാം വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ്. എല്ലാ പത്രങ്ങളിലും മറ്റുള്ള വിഭാഗങ്ങളോട് വളരെ ഹേറ്റ് ആയിട്ടുള്ള, വളരെ ഒരു ദേഷ്യം വരുന്ന വിധത്തിൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടാൽ കൊല്ലാവുന്ന തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കുന്നതാണ് അവരുടെ ഒരു രീതി. ഇപ്പോൾ അങ്ങനത്തെ വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് മറ്റുള്ള ആരെയും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുകയും ചെയ്യും. അതിനെ കൂടാതെ വേറെ ചില സംഭവം കൂടെ പറയുമ്പോഴാണ് ഇതിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ ഈ ആസാം റൈഫിൾസ് എന്ന് പറയുന്നതായ മിലിറ്ററി ഗ്രൂപ്പ്, പാരാമിലിറ്ററി ഗ്രൂപ്പ്, അവര് സഞ്ചരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ മേത്തി സഹോദരിമാര്, സ്ത്രീകള് ഒന്നടങ്കം വന്ന് 10,000 2,000 പേര് വന്ന് അവിടെ മുഴുവൻ ബ്ലോക്ക് ആക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ഇവർ നമ്മളോട് ഡൊണേഷൻ എന്ന് പറഞ്ഞു വരും. ഡൊണേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന അത്രയും തുക കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടി മാറ്റിയിടിക്കുക മാത്രമല്ല, നമ്മളിൽ നിന്ന് അവര് ബോധം എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം, കമ്പൽസറി ദേ ആർ ഗ്രാബിംഗ് ദ മണി ഫ്രം അസ്. ആ തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്റർനെറ്റും ഇതുപോലുള്ള മാധ്യമങ്ങളും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ പുറം ലോകം അറിയും. എന്തിനാ ഈ പൈസ ഇവർ വാങ്ങിക്കുന്നത്? നമ്മള് സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പലരും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ് അവിടെ പോയത്. അപ്പൊ നമ്മൾ ബോധപൂർവ്വം സന്തോഷത്തോടെ കൊടുത്തത് ഒക്കെ അവര് വാങ്ങിച്ചു. അതിനുശേഷം അവരോട് ചോദിച്ചു, ഇത് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനാണോ ഉപയോഗിക്കുന്നത്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഒരു സഹോദരനോട് പറഞ്ഞു, വളരെ ഇതെല്ലാം ഇവർ ആയുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മേത്തി ലൂപ്പൂൺ എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇവരെ ഇറക്കി ചെയ്യുന്നതാണ്. ഇനി ഈ സഹോദരിമാര് ഇതിന് വന്നിട്ടില്ല എന്ന് കൂട്ടിക്കോ, ഇങ്ങനത്തെ ധർണയ്ക്കും ഇങ്ങനത്തെ ബ്ലോക്കിങ്ങിനും വന്നിട്ടില്ലെങ്കിൽ വരാത്ത ആ വീടിന് 500 രൂപ ഫൈനാണ്. അത് ആലോചിച്ച് നോക്കിയേ. ചെന്ന് കഴിഞ്ഞാൽ സ്വയം തൊഴിലിന്റെ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഏത് തരത്തിലുള്ള ഭരണവും ഏത് തരത്തിലുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുതകൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണാധിപന്മാർക്ക്, അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ഭരണാധിപന്മാർക്ക് ഏത് തരത്തിലുള്ള മാനമായിരിക്കും ഉണ്ടാകുക? മാനമുള്ളവനല്ലേ കയറാനുള്ളൂ. എങ്കിലും എന്തായിരിക്കും ചിന്തിക്കുക? അപ്പൊ ഈ തരത്തിൽ ഒരുപാട് അട്രോസിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും പുറം ലോകം അറിയരുത്. അറിയുകയാണെങ്കിൽ അത് അവരുടെ പല കാര്യങ്ങൾക്കും തടസ്സമാകുമെന്നുള്ളതുകൊണ്ടാണ് ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങളില്ലാത്തത്. അതേപോലെ തന്നെ അവിടുത്തേക്ക് പത്രങ്ങൾ അവർക്ക് യോജിച്ച വിധത്തിൽ അവര് പത്രങ്ങൾ ചമച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ ചമച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 12-ാം തീയതി അവിടെ ഒരു പീസ് റാലി നടത്തിയല്ലോ. ആ പീസ് റാലിയുടെ വാർത്ത പോലും അവർ കൊടുത്തില്ലെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. പീസ് റാലി അത്രയും 20 മതസംഘടനകൾ, വിവിധ മതങ്ങൾ, ബുദ്ധമതം, ജൈനമതം, അതുപോലെ സനാമിസം, അതുപോലെ ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഇവരെല്ലാവരും കൂടി ചേർന്ന് പൊതുവിൽ 20ഓളം സംഘടനകൾ ചേർന്ന് വളരെ ഭംഗിയായിട്ട് നടത്തപ്പെട്ട ഏറ്റവും എല്ലാ മനസ്സുകളെയും കുളിർമ അല്ലെങ്കിൽ എല്ലാവരും they were comforted, many of the people were comforted through our rally, peace rally. അതുപോലും ശരിയായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ അത് കൊടുക്കാതെ ഇരുന്നെങ്കിൽ അത് എത്രത്തോളം നിഷ്ഠൂരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ജോൺസൺ തേക്കടിയിൽ ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ മണിപ്പൂർ കലാപം ശരിക്കും ഈ 2021 ജൂൺ 8-ാം തീയതി ആയിരുന്നു ഇവർ ആരംഭിക്കാൻ പദ്ധതി ഇട്ടിരുന്നത് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന. അതിന്റെ ഒരു വാസ്തവം എന്താണ്? അതായത് ഇത് ഓരോ സ്ഥലങ്ങളിലേക്കും ഇവർ വളരെ കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം 2022-ന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നല്ലോ ഛത്തീസ്ഗഡിലെ നാരായൺപൂരില് ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായത്.
അവിടെ ഞങ്ങൾ സന്ദർശിച്ചിട്ട് മടങ്ങി വന്നിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോഴും അവിടുത്തെ യുവതികളെ എങ്ങനെയാണ് അപമാനിച്ചതെന്നുള്ളത് ഞാൻ വിവരിക്കുകയും എല്ലാവരും അത് കേട്ട എല്ലാവരും തന്നെ നിലവിളിക്കുകയും ചെയ്തു. ഞാൻ അടക്കം നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതേ സമാനമായ കാര്യമാണ് ജനുവരി മാസം മുതൽ ഇവര് ഈ മണിപ്പൂരിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ജൂൺ 8 എന്നുള്ളതിന് പ്രത്യേക കാരണമുണ്ട്. അന്ന് അവരുടെ കോടതിയില്, സുപ്രീം കോടതിയില് ഇവരുടെ പല കേസുകളും വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് വലിയൊരു ഭീകര പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അട്രോസിറ്റി അവിടെ അഴിച്ചുവിടണമെന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരെ പ്രീ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പക്ഷെങ്കിൽ എതിരാളികളുടെ ഭാഗ്യവശാൽ അത് മെയ് 3 ആ റാലിയോട് ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് ഒരുപാട് മരണങ്ങൾ ഒഴിവായി. ഇല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് ശരിക്കും അവർ ആദ്യം ടാർഗറ്റ് ചെയ്ത കുക്കികളെ അല്ല, അവർ ടാർഗറ്റ് ചെയ്ത മുസ്ലിംസിനെയാണ്. മണിപ്പൂരിലെ മുസ്ലിംസിനെയാണ് അവർ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത്. സെക്കൻഡ് ആയിരുന്നു ഈ കുക്കികളെ വെച്ചിരുന്നത്. പക്ഷെ കുക്കികളുടെ നാഗകളുടെയും മീറ്റിംഗ് കഴിഞ്ഞോടുകൂടെ അവർ they were compelled to do the atrocities against them. അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് 3 അതുകൊണ്ട് വലിയ ഒരുപാട് ദുരന്തങ്ങൾ ഒഴിവായി. ഇത്രയും ദുരന്തങ്ങളിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദുരന്തമല്ലെന്നല്ല, ഇത് ഏറ്റവും വലിയ ദുരന്തമാണ്. എന്നാൽ ഇതിനേക്കാളും 10-15 മടങ്ങ് അധികമായിട്ട് ദുരന്തങ്ങൾ വരാമായിരുന്ന ആ സ്ഥലങ്ങളിലാണ് ഈ വിധത്തിലുള്ള ദുരന്തങ്ങൾ കൊണ്ട് ഒഴിവായത്. ഇപ്പൊ നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയതുമായ കുറച്ച് സഹോദരിമാരുടെ നഗ്നത മാത്രമേ നമ്മൾ ലോകത്തിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. അവിടെ ആയിരക്കണക്കിന് സഹോദരിമാരുടെ നഗ്നത മാത്രമല്ല, ശവശരീരങ്ങൾ അവിടെ റോഡുകളിൽ കടന്നേനെ. അതുണ്ടാകാതെ പോയത് ദൈവം കരുണ കാണിച്ചായിട്ട് നമുക്ക് ചിന്തിച്ചാൽ. ഡോക്ടർ ജോൺസൺ തേക്കടി, വളരെ ഞെട്ടിക്കുന്ന ഒപ്പം തന്നെ വളരെ വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് നടത്തിയിരിക്കുന്നത്. അങ്ങേക്ക് വെളിപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇതൊരു ആധികാരികമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണോ ഡോക്ടർ ജോൺസൺ തേക്കടി? എവിടെ നിന്നാണ് ഈ ഒരു വിവരം ലഭിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ MLA മാരുമായിട്ടും മിനിസ്റ്റർമാരുമായിട്ടൊക്കെ സംസാരിച്ചു എന്നുള്ളത്. ഓക്കെ, യെസ്. സിസ്റ്റർ ജോസിയ, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ ഒരു സെക്യൂരിറ്റി അളക്കപ്പെടുന്നത് ആ നാട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വമായി അവിടെ താമസിക്കാൻ സാധിക്കും എന്നതാണ്. നമുക്കറിയാം, ഈ മണിപ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഈ നാടിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് പല ആകുല ചിന്തകളും നമുക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 21, നമുക്കറിയാം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു നഗ്നമായ പച്ചയ്ക്കുള്ള ഒരു ലംഘനം തന്നെയല്ലേ ഈ മണിപ്പൂരിൽ നടന്നത്? ഇനി പല വാർത്തകളും പുറത്തു വരാൻ പോകുന്നു. ഇനി ഈ വാർത്തകളിലൂടെയൊക്കെ നാം കേൾക്കാൻ പോകുന്നത് സിസ്റ്റർ ജോസിയ. അത് മനസാക്ഷിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവന്റെ ഹ്യൂമൻ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവന്റെ അവകാശം, അത് ഭരണഘടന, അത് നമ്മൾ പറയും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ തന്നെ നിർമ്മിച്ച, നമുക്ക് വേണ്ടി നിർമ്മിച്ച, നമ്മളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭരണഘടനയാണത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ പ്രിയാമ്പിൾ വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച എന്റെ സുരക്ഷിതത്വത്തിന് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു നിയമം, അത് നോക്കുകുത്തി പോലെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ. കാരണം ഒരുവിധം നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ എല്ലാ ഭരണഘടനകളിലും വെച്ച് അതെല്ലാം പഠിച്ചതിന് ശേഷം അതിനകത്തെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഏക ഭരണഘടന ഇന്ത്യയുടേതാണെന്നാണ്. അന്നൊക്കെ അഭിമാനത്തോടു കൂടി ഓർത്തിരുന്ന ഒരു കാര്യം ഇന്ന് തല താഴ്ത്തി നിന്ന്. കാരണം ഏതൊരു രാജ്യം ഈ വാർത്ത കേൾക്കുമ്പോഴും ഇന്ത്യയിലാണോ ഇത് സംഭവിച്ചത് എന്ന് അല്പം ബോധമുള്ള ആരും ചിന്തിച്ചു പോകുന്ന, മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഒരവസ്ഥയാണിത്. അതുപോലെ തന്നെ പറയുകയുണ്ടായി, ഒരു നാട്ടില് ഒരു സ്ത്രീ എത്രമാത്രം സുരക്ഷിതയായിരിക്കുന്നുവോ അതാണ് ആ നാടിന്റെ ഐശ്വര്യമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഐശ്വര്യം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ എത്ര മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അതിൽ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവസിയിലേക്ക്, റൈറ്റ് ടു പ്രൈവസിയാണ്, റൈറ്റ് ടു ബി ഹേർഡ്, ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ്. റൈറ്റ് ടു ലൈഫ് തന്നെ എത്രയോ 1000 പേജുകളുടെ തീസിസ് എഴുതാൻ പാകത്തിനുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് അതിന് നല്ല നല്ല ന്യായാധിപന്മാര് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്രയെല്ലാം സമ്പത്ത് നമുക്കുണ്ടായിട്ടും ഇതൊന്ന് കൃത്യമായിട്ട് ഇത് ജീവിക്കുവാൻ
അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ നമുക്ക് അതിന്റെ ഭരണഘടന നൽകുന്ന ഉറപ്പ് ആ രാജ്യത്തിലെ ഒരു പൗരന് നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇതിലും വലിയ കഴിവുകേട് നമ്മുടെ നേതൃത്വ നിരയ്ക്ക് ഉണ്ടാകാനില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് ഇങ്ങനെ പറയും തോറും അറിയാത്തവർ കൂടി അറിയും. സഹതാപമല്ല ഇവിടെ ആവശ്യം. ആർജവത്വത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാം, ചിന്തിക്കാൻ പറ്റുന്നവർ ഉറക്കെ ചിന്തിക്കണം. എഴുതാൻ പറ്റുന്നവർ അവരുടെ എഴുത്തും, നമ്മുടെ കേരളത്തിലുള്ള സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ചിന്തകന്മാരും സമൂഹം നിരീക്ഷിക്കുന്നവരും നാടകം, കവിത, ഇതുപോലുള്ള എല്ലാ മേഖലകളും നമുക്കറിയാം. ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ അതിനെതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവരുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ചതിന്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഈ പീഡിപ്പിക്കുന്ന ജനത്തോട്, ഈ പീഡിപ്പിക്കപ്പെടുന്ന ജനതയോട്, പ്രത്യേകിച്ചും ഈ സ്ത്രീ സമൂഹത്തോട്, സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും ഏറ്റവും സുരക്ഷിതത്വം ആവശ്യമുള്ള, പ്രത്യേക കൺസേൺ ആവശ്യമുള്ള ഒരു വിഭാഗം എന്ന ഭരണഘടന തന്നെ ഉറപ്പു നൽകിയിട്ടുള്ള ഈ ഒരു സമൂഹത്തോട് കാണിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ വലിയൊരു ഗൗരവം എത്രമാത്രമാണെന്ന് ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ വക ഇക്കിളിപ്പെടുത്തുന്ന കഥകളും ഏതെങ്കിലും ഒക്കെ പ്രത്യേക വിഭാഗങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പരസ്പരം ചെളിവാരത്തേക്ക്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ ചെളിവാരത്തേക്കുന്നു, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ അവിഹിതം കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ കേരളത്തിലെ മറ്റൊരു വലിയ പ്രശ്നമാണ് സന്യാസ സമൂഹങ്ങളെയും സന്യാസ ജീവിതത്തെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളും നാടകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തില് സുരക്ഷിതരാണ് എന്നുള്ളൊരു മിഥ്യാബോധം നമുക്കുണ്ട്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതൊരു മഞ്ഞുമലയുടെ, മണിപ്പൂരിൽ നടന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണോ നടന്നതെന്ന്. ഇത് അധികം താമസിയാതെ നമ്മുടെ കേരളത്തിലും സംഭവിക്കും. നമ്മളിങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞും ഒരാളുടെ വ്യക്തിത്വത്തിലേക്ക്, അവരുടെ പ്രൈവസിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ഏത് മതത്തിൽ വിശ്വസിക്കാനും എന്ത് വേണമെങ്കിലും എന്തിലേക്കും കടന്നു കയറുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കയറുന്ന ഒരു രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർത്തി പരസ്പരം തമ്മിൽ തല്ലിച്ചാകുന്നതിന് പകരം നമുക്ക് പുറത്തു നിന്നുള്ള ശത്രുവിനെ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് നേരിടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ വക ഭിന്നിപ്പുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള വളരെ ബാലിശമായ ചിന്തകളും എഴുത്തുകളും നാടക നിർമ്മാണങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാതെ, ഇപ്പൊ വീണ്ടും കക്കുകളി എന്ന് പറയുന്ന നാടകം വീണ്ടും എവിടെയോ അവതരിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി. എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് തൃശ്ശൂർ നടന്ന പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഈ സാഹിത്യകാരന്മാർക്കും ചിന്തകന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ വിഷയദാരിദ്ര്യമാണെങ്കിൽ നമ്മൾ ചെല്ലണം മണിപ്പൂരിലേക്ക്. അവിടെയാണ് സ്ത്രീത്വം യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെട്ടത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ്, അല്ലാണ്ട് അടിവസ്ത്രം മേടിക്കാൻ കാശില്ല അത് ഇത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ, ഈ ഒരു നൂൽ ബന്ധമില്ലാതെ ഒരു സ്ത്രീ അവിടെ പരേഡ് നടത്തി അവരുടെ ഒരു സമൂഹത്തിന് മുൻപിലൂടെ നടത്തപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു നാടകം എഴുതാൻ അതിന് നമുക്ക് കൈ ഉയരട്ടെ. അത് രംഗത്ത് അവതരിപ്പിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഫാദർ എബ്രഹാം ഇരിമിനിക്കൽ, ഈ മണിപ്പൂർ കലാപം അല്ലെങ്കിൽ മണിപ്പൂരിൽ നടന്ന ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. കുറെ കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഡിജിറ്റൽ ഇന്ത്യയെ നമ്മുടെ ഭരണകൂടം എന്ന് മുതലാണ് ഭയക്കാൻ തുടങ്ങിയത്? അതിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ വേൾഡിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, ഈ ഡിജിറ്റൽ വേൾഡിലൂടെ വിമർശനങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പം ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ, ഫേസ്ബുക്കിലൂടെയൊക്കെ വിമർശിക്കുന്നവരെ തുറങ്കിലടിക്കുന്ന ചില നിലപാടുകൾ നാം കാണുന്നു. ഒപ്പം തന്നെ ഈ മണിപ്പൂരിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു ബൈ പ്രോഡക്റ്റായ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെക്കപ്പെടാൻ പോകുന്ന വിവരങ്ങൾ അത് അവർക്ക് ഹാനികരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയെ അവർ ഭയപ്പെടുന്നു. എന്നു മുതലാണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ ഡിജിറ്റൽ ഇന്ത്യയെ ഇത്രത്തോളം പേടിയായി തുടങ്ങിയത്? ഫാദർ എബ്രഹാം ഇരിമ്പനിക്കൽ. ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം സാങ്കേതിക വിദ്യയും സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളും ഒക്കെ ഇത്ര പുരോഗമിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ വികേന്ദ്രീകരണത്തിന്റെ ഒരു ഇടം അടയുകയും പകരം ഇതെല്ലാം അധികാരം മുഴുവൻ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒന്നായി അത് മാറുന്നു എന്നുകൂടി ഒരു മറുവശം അതിനുണ്ട്. അത് ചൈനയിലൊക്കെ ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പോ
വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. കാരണം ചൈന പോലൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു രാജ്യത്ത് അത് വളരെ ലളിതമായി അവർക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഏകദേശം സമാന സ്വഭാവമുള്ള ഒന്നിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യം മാറുകയും അധംപതിക്കുകയും പകരം ഏകാധിപത്യത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഡിജിറ്റൽ പരിസരത്തുള്ള വാർത്തകളെ സെൻസർ ചെയ്യാനുള്ള സംവിധാനവും സാധ്യതകളും ഉണ്ട്. ഫേസ്ബുക്കിനെ ശാസിക്കുന്നു. യൂട്യൂബില് ഏത് കണ്ടന്റ് വേണമെന്നുള്ളത് പരിശോധിക്കാനും നിയന്ത്രിക്കാനും ഭരണകൂടത്തിന് സാധിക്കുന്നു. ട്വിറ്റർ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ട്വിറ്ററിനെതിരെ നടപടിയെടുക്കുമെന്നുള്ള ഭീഷണി മുഴക്കുന്നു. ഇത്തരം കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എല്ലാം ഭരണകൂടത്തിന് ഒരൊറ്റ വാക്കുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ സാധാരണക്കാരന്റെ ഒരു പ്രശ്നം, പ്രതിസന്ധി അവന്റെ ജീവിതത്തിനും അവന്റെ സ്വാതന്ത്ര്യത്തിനും അവന്റെ വസ്ത്രം ഉരിയുന്നതിന്റെ എതിരെ, അക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനും പ്രസംഗിക്കാനുമുള്ള ഒരു പൊതു ഇടമായി ആണ് ഡിജിറ്റൽ പരിസരത്തെ കാണുന്നതെങ്കിൽ അത് ഇനിയും എത്ര കാലം ഇത്തരം ഒരു പൊതു ഇടമായി അവശേഷിക്കും എന്നത് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ മണിപ്പൂരിൽ നടന്ന ഈ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമത്തിന് മുമ്പ് തന്നെ ഒരു ഫേക്ക് ന്യൂസ് അവിടെ പ്രചരിപ്പിച്ചിരുന്നു ആണ് ദി പ്രിന്റ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കാം. കാരണം മെയ്തേയ് വനിതയെ പീഡിപ്പിച്ചു എന്നൊരു വ്യാജ വാർത്ത, ഇത്തരം വ്യാജ വാർത്ത, ഫേക്ക് ന്യൂസുകളുടെ ഫാക്ടറികൾ ഇത്തരം വർഗീയ ഫാസിസ്റ്റുകൾക്ക് സ്വന്തമായുണ്ട്. ഇത്തരം ഫാക്ടറികളിൽ അവർ പറിച്ചുവിടുന്ന, അവർ നിർമ്മിച്ചെടുക്കുന്ന, അവർ ചുട്ടെടുക്കുന്ന വ്യാജങ്ങൾ മാത്രമാണ് പ്രചരിക്കപ്പെടുന്നത്. സത്യവും നീതിയും ഒക്കെ എവിടെയോ കുഴിച്ചു മൂടപ്പെടുന്ന, ഏതെയോ പാത്രത്തിനുള്ളിൽ അടച്ചു വെക്കാനുള്ള സിദ്ധിവിശേഷത്തിന്റെ പേരാണ് ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഇപ്പൊ ഉയ്ഗൂർ ജനതയെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് അവരുടെ സഞ്ചാര വഴികളൊക്കെ നിയന്ത്രിക്കാൻ പൗരന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ വാങ്ങുന്ന സാധനത്തിന്റെ, അവരുടെ പ്രസ്താവനകളുടെ, അവര് യൂട്യൂബിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഷെയർ ചെയ്യുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പോയിന്റ് നൽകുന്ന സംവിധാനം ചൈനയിലുണ്ട്. അതനുസരിച്ച് മാത്രമാണ് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ചൈന വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ, അവർക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇത്തരം പോയിന്റ് സിസ്റ്റത്തിൽ അവർ മുന്നിട്ട് നിൽക്കണം. എന്ന് പറഞ്ഞാൽ മികച്ച അടിമകൾക്ക് മാത്രമാണ് ഈ ഏകാധിപത്യ രാജ്യത്ത് സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്നത്. സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള, സംസാരിക്കാൻ ശ്രമിക്കുന്ന, ആശയങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവിടെ ജയിലഴിക്കുള്ളിലാവും. അത്തരം ശബ്ദങ്ങൾ ഒന്നും തന്നെ പുറത്തു കേൾക്കത്തില്ല. സ്റ്റാൻസാമിയുടെ കാര്യം തന്നെ ഉദാഹരണമാണ്. ഒരു നമ്മുടെ മുറിയിലിരിക്കുന്ന നമ്മുടെ സ്വകാര്യമായ ഒരു ലാപ്ടോപ്പിന് ഉള്ളിലേക്ക് ഒരു വ്യാജ നിർമ്മിതി ഇംപ്ലാന്റ് ചെയ്യാനുള്ള കഴിവുള്ള സാങ്കേതികതയുടെ കാലമാണ്. അത് ഭരണകൂടം വിലക്കെടുക്കുകയും അത് ഇത്തരം പൗരന്മാർക്ക്, സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അവരെ എത്രയും പെട്ടെന്ന്, ഇപ്പൊ ഈ മണിപ്പൂരിൽ 40 പേരുടെ വെടിവെപ്പ് അമിത്ഷാ ചെല്ലുന്നതിന് മുമ്പ് കൊന്നു കളഞ്ഞപ്പോ തലേ ദിവസം വരെ അവർ ട്രൈബലുകളായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അവരെ പറ്റി പറഞ്ഞത് 40 തീവ്രവാദികളെ കൊന്നു എന്നാണ്. 40 തീവ്രവാദികളെ കൊന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന ആ വാർത്ത പുറത്തു വരാനാണ്, അത് പറയാനാണ് ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാവുന്നത്. അല്ല എന്ന് അവിടെ ഇത്രയും ക്രൂരമായ ഒരു വസ്ത്രാക്ഷേപം, തൊലി ഉരിഞ്ഞ് പാടത്തേക്ക് ഇറക്കിയ വാർത്ത പുറത്തു വരാൻ, മെയ് 3-ാം തീയതി നടന്ന വാർത്ത പുറത്തറിയാൻ എത്ര മാസം നമ്മൾ കാത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പോഴും ഇന്റർനെറ്റ് ഉപാധികളില്ലാതെ അവിടെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കാലത്ത്, ഡിജിറ്റൽ കാലത്ത് വാർത്തകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. സത്യസന്ധമായ വാർത്തകൾ ഡിജിറ്റൽ കാലത്തുള്ള ഇന്ത്യയിൽ സഞ്ചരിക്കുമെന്നോ ചൈനയിൽ സഞ്ചരിക്കുമെന്നോ ഇത്തരം ഏകാധിപതികൾ, വർഗീയ ഫാസിസ്റ്റുകൾ വർഗീയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കരാള നിയമങ്ങളുള്ള ഇടങ്ങളിൽ വാർത്തകൾ സ്വതന്ത്രമായും സത്യസന്ധമായും ഡിജിറ്റൽ കാലത്ത് സഞ്ചരിക്കുമെന്നുള്ളതൊരു തെറ്റാണ്. അവിടെ നിർമ്മിക്കപ്പെടുന്ന വ്യാജ വാർത്തകളാണ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത്. അല്ലാത്ത വാർത്തകൾ വളരെ ഇക്ലിപ്പെടുത്തുന്ന കഥകളോ ഹോളിവുഡ് സിനിമകളെ കുറിച്ചോ ബോളിവുഡ് സിനിമകളെ കുറിച്ചോ ഉള്ള വാർത്തകൾ വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കും. അടിസ്ഥാന ജനതയുടെ, മനുഷ്യന്റെ ജീവന്, സ്വത്ത്, അവകാശങ്ങൾ ഇവയെ തകർക്കുന്ന ഒരു വാർത്തയും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ഇനി സഞ്ചരിക്കത്തില്ല എന്നുള്ളത് നമ്മൾ ഭയത്തോടെ കാണണം. അതാണ് ജോർജി പറഞ്ഞ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവസാനമായി ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ അങ്ങയോട് ചോദിക്കാനുള്ളത് ഇതാണ്. ഈ മണിപ്പൂരിൽ നിന്നും വരുന്ന
വിവരങ്ങൾ പലപ്പോഴും അങ്ങ് പങ്കുവയ്ക്കുന്ന പല വിവരങ്ങളിലും ഈ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണോ അവിടെ നടക്കുന്നത്? പ്രത്യേകിച്ച് മേത്തി വേഴ്സസ് കുക്കി ഒരു കലാപം അവിടെ നടക്കുന്നു, ക്രൈസ്തവർക്ക് വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഈ കുക്കികൾ ക്രിസ്ത്യാനികളായതുകൊണ്ട്, കുറെ കൂടി വ്യക്തമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, കുക്കികൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെല്ലാം മാന്യന്മാരാണ് എന്ന ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ സാധിക്കുമോ ഡോക്ടർ ജോൺസൺ തേക്കടി? തീർച്ചയായിട്ടും ആ കൺക്ലൂഷനിൽ എത്താൻ കഴിയില്ലെങ്കിലും ചില നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ, ഞാൻ വസ്തുതകൾ പറയാം. ഞാൻ ഒരിക്കലും വൺ സൈഡഡ് അല്ല. മേത്തികളെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കുക്കികൾ എന്നുള്ളത് അവരുടെ വാചകത്തിലും അത് കൺവേ ചെയ്യാനായിട്ട് എന്നെ നിയോഗിച്ചത് കൊണ്ട് അവരുമായിട്ട് അത് കൺവേ ചെയ്യാനായിട്ടുള്ള സാധ്യത കിട്ടിയ ആളും കൂടെയാണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഈ കുക്കി ഇൻപി എന്ന് പറയുന്ന അത് അവരുടെ അപ്പക്സ് ബോഡിയാണ്. കുക്കി ഇൻപി എന്ന് പറയുന്നത് കുക്കികളുടെ അപ്പക്സ് ബോഡിയാണ്. അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ജനറൽ ആയിട്ടുള്ള ഒന്നുണ്ട്, മറ്റൊന്നൊരു വിമൻ ഫെഡറേഷൻ ഉണ്ട്. ആ വിമൻ ഫെഡറേഷന്റെ, വേൾഡ് കുക്കി ഇൻപിൻ വിമൻസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് മിസ്സിസ് കിം ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഷക്കീന തന്നെയാണ് ആദ്യം അത് പുറത്തുവിട്ടത്. ഷക്കീനയുടെ ക്യാമറയിലാണ് അവരുടെ കണ്ണുനീര് ഒപ്പിയെടുത്ത് ലോകത്തിന് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തത്. ഞാൻ ആ സമയത്ത് അവരത് പറയുന്ന സമയത്ത് ഞാൻ വേറൊരു ആളുകളെ പേഴ്സണലായിട്ട് സംസാരിക്കായിരുന്നു, കുറച്ച് ലീഡേഴ്സുമായിട്ട്. അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ കേട്ടില്ലെങ്കിലും അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം, എന്നോട് പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയാം. 950 മേത്തി സഹോദരിമാരെ ഇവരുടെ വാഹനങ്ങളിൽ, വ്യത്യസ്തമായ വാഹനങ്ങളിൽ ഇവർ കയറ്റിക്കൊണ്ടുപോകാൻ മാത്രമല്ല അവരുടെ വീടുകളിലെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനുള്ള അനുവാദവും അവകാശവും അതേപോലെ തന്നെ അതിനുള്ള പ്രൊട്ടക്ഷനും ഇവർ കൊടുത്ത് അവരെ എത്തേണ്ടുന്ന സുരക്ഷിതമായ മേഖലകളിൽ കൊണ്ടാക്കി. 950 മേത്തി സഹോദരിമാരെ. ആര്? ഈ മിസ്സിസ് കിം എലോൺ. അത് ഓർക്കണം. മാത്രമല്ല മേത്തി പുരുഷന്മാര് അവിടെ കലാപം നടന്ന സമയത്ത്, മറ്റു സ്ഥലങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇവരുടെ മകള് ഡോക്ടറാണ്. ആ ക്ലിനിക്കിന്റെ അടുക്കൽ നിന്ന മേത്തി സഹോദരങ്ങളെ ആ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തി, അവരെ നിർബന്ധപൂർവ്വം വരുത്തി ഷട്ടർ ഇട്ട് 3 പേരെ ആ രാത്രിയിൽ മുഴുവനും സംരക്ഷിക്കുകയും സുരക്ഷിതമായിട്ട് ആ സഹോദരങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ച് എവിടെല്ലാം കുക്കി സഹോദരിമാർ മേത്തി സമൂഹത്തിൽ ഉൾപ്പെട്ടുവോ, ഇവൻ നാഗാസിന്റെ ഭാര്യമാരായിട്ടുള്ള കുക്കികൾ, നാഗ വിഭാഗത്തിലെ ആളുകൾ വിവാഹം കഴിച്ച കുക്കി സ്ത്രീകളെ പോലും വീടുകളിലേക്ക് കയറി ചെന്ന് അവരെ ബലാത്കാരമായിട്ട് പിടിച്ച് ഉപദ്രവിക്കുക മാത്രമല്ല അവരെ പുരുഷ ജനത്തിന് അവര് എറിഞ്ഞു കൊടുക്കുകയും ചെയ്ത അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ കുക്കികളാണോ മേത്തികളാണോ ഏത് വിധത്തിൽ പെരുമാറുന്നതെന്നുള്ളത് ആ സംഭവങ്ങൾ കേൾക്കെ നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ ഈ കലാപത്തിന്റെ ആദ്യ നാളുകളിൽ ഈ കുക്കി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ ഈ മെയ്തേ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു ആക്രമണമൊക്കെ നടത്തിയിരുന്നു, പ്രത്യേകിച്ച് ചുരാചന്ദ്പൂർ മേഖലയിലൊക്കെ. അപ്പോൾ ഇരു സൈഡിനും, ഇരു വിഭാഗത്തിൽപ്പെട്ടവർക്കും, അതായത് ഇരുവശത്തും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? വീടുകൾ കത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരൊറ്റ മേത്തി സഹോദരങ്ങൾക്ക് പോലും ഒരു ഇഞ്ചുറിയും അവര് ചെന്ന് നടത്തിയിട്ടില്ല. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണവാർത്തകളൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ മേത്തികളായിട്ടുള്ള സഹോദരങ്ങൾ, അതിനകത്ത് എല്ലാ മേത്തികളും ഇല്ല, അത് പ്രത്യേകം ഓർക്കണം. മേത്തി സാമാന്യ ജനങ്ങൾ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ല. അവിടുത്തെ മേത്തി ലീപ്പോണിൽപ്പെട്ട ആളുകളും അരമ്പായ് തങ്കോൾ എന്ന് പറയുന്ന ഈ 2 വിഭാഗത്തിൽപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പ്, ആ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇതെല്ലാം അട്രോസിറ്റി അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതൊരു നമ്മുടെ തന്നെ ചില സഹോദരന്മാര് വളരെ തെറ്റായ വാർത്തകൾ പല മീഡിയകളിലും, പ്രത്യേകിച്ച് ഇന്നലത്തെ ആ സഹോദരിമാരുടെ ഫോട്ടോയൊക്കെ അതെടുത്ത് വികൃതമാക്കിക്കൊണ്ട് അത് നടത്തിയത് രോഹിന്ത്യൻസ് ആണെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം വായിച്ച വാർത്ത ഇതാണ്. രോഹിന്ത്യൻസ് അവര് ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ ആളുകളിൽ ചില ആളുകള് വ്യാജ വാർത്ത വാഹകരായിത്തീരുന്നു, അല്ലെങ്കിൽ അതിന്റെ വ്യാപാരികളായിത്തീരുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പൊ ഈ മേത്തികളായിട്ടുള്ള ഈ ലിപ്പൂൺ വിഭാഗത്തിൽപ്പെട്ടവരും അരമ്പായ് താങ്കോലും അവർ ഈ കുക്കികൾ പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കുക്കികൾ പ്രതിരോധം തീർക്കും. അവര് റിറ്റാലിയേറ്റ് ചെയ്യും. ആ റിറ്റാലിയേഷനിലാണ് ഇവർ പലരും കൊല്ലപ്പെടുന്നത്. കാരണം ഇവർക്ക് മലമുകളിൽ കയറി യുദ്ധം ചെയ്തുള്ള പരിചയം മേത്തികൾക്കില്ല. അവരൊരു ആവേശത്തിൽ വരുന്നതാണ്.
അത് വരുന്നത് 2000-3000 ആളുകളൊക്കെയാണ് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ്. പക്ഷേ ഈ കുക്കികളെ സംബന്ധിച്ച് മലയിൽ കാടും മേടും ഒക്കെ അവർക്ക് നല്ല പരിചയമായതുകൊണ്ടും അവർക്ക് ആയുധങ്ങൾ ലഭ്യമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ട് അവരെ റിറ്റാലിയേറ്റ് ചെയ്യുമ്പോഴുമാണ് മേത്തികൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത്. അത് അവിടുത്തെ നമ്മുടെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് എനിക്കിത്. ഇനി വേറൊരു കാര്യം, ചുരജാംപൂർ അല്ല, ഇത് ടെക്നോപാൾ എന്ന് പറയുന്ന ആ ജില്ല, അവിടുത്തെയൊക്കെ പേരുകൾ നമുക്ക് ഈ കണ്ണൂരിന്നും മലപ്പുറം എന്നൊക്കെ പറയുന്നതൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഓർത്തിരുന്ന് പറയണം. ടെക്നോപാൾ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഒരു ഗ്രാമം മെയിൻ റോഡിൽ നിന്ന് 5 കിലോമീറ്റർ പോകണം. അവിടേക്ക് ഞങ്ങൾ ചെന്ന കാഴ്ച ഭയങ്കര രസാവഹമായ കാഴ്ച. അവിടെ ഈ കുക്കി ഗ്രാമങ്ങളാണ് കൂടുതൽ, 5-6 ഗ്രാമങ്ങൾ ചുറ്റിക്കിടക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ മേത്തി ഗ്രാമമുണ്ട്. ആ മേത്തി ഗ്രാമത്തില് 88 വീട്ടുകാരുള്ളതിൽ 45 വീട്ടുകാർ മേത്തി ക്രിസ്ത്യൻസ് ആണ്. ബാക്കിയുള്ളതില് മേത്തി ഹിന്ദു സഹോദരന്മാരും ഉണ്ട്, മേത്തി സനാമികളുമുണ്ട്, സനാമിസത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. അവരെല്ലാം വളരെ സമാധാനപൂർവ്വമായിട്ട് ജീവിക്കുന്നു. അവിടുന്ന് ഒരു കലാപം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കലാപം ഉണ്ടാക്കണമെന്ന് ബോധപൂർവം ചില ആളുകൾ സ്പോൺസർ ചെയ്ത്, ചില അധികാരികൾ സ്പോൺസർ ചെയ്ത് അയച്ചതായിട്ടുള്ള ആളുകൾ അവരെ ചാകാനും കൊല്ലാനും തയ്യാറായതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി കുക്കികളുടെ ഇടയിൽ തന്നെ മൊറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുക്കികളെ വളരെ സ്ട്രോങ് ആയിട്ട് അവിടുത്തെ ഹിൽ ട്രൈബൽ കൗൺസിലിലെ അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും ഞങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് വന്നിരുന്നു. ഞാൻ അവരെ കൃത്യമായിട്ട് വാൺ ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നു നിങ്ങൾ ആരെയും തിരിച്ചടിച്ചിട്ടില്ലെന്ന്, പക്ഷെ നിങ്ങളുടെ മധ്യത്തിലൂടെ, നിങ്ങളുടെ വീടുകളുടെ മധ്യത്തിലൂടെ ഞാൻ കടന്നുപോയി, അവിടെ മേത്തി വീടുകൾ ചുട്ടുകരിക്കപ്പെട്ടിട്ടുണ്ട്, ആരാണത് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്ത. പിന്നെ നിങ്ങൾ അങ്ങനെ അട്രോസിറ്റീസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് റൈറ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ജീവരക്ഷാർത്ഥം ചെയ്തതാണ്. കാരണം ആ ആളുകൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ രാത്രി വെളുപ്പിക്കാൻ കഴിയില്ലായിരുന്നു, അവർ ഞങ്ങളെ കൊന്നുകളയുമായിരുന്നു. പക്ഷെ അവരുടെ ഒരൊറ്റ ആളെ പോലും ഞങ്ങൾ ഉപദ്രവിച്ചില്ല. അവരോട് വേഗം സ്ഥലം വിട്ടുപോകാൻ പറഞ്ഞു. അവർ മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കത്തിച്ചത്. ഞാൻ പറഞ്ഞു, ഡിസ്ട്രക്ഷൻ അല്ലല്ലോ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്, കൺസ്ട്രക്ഷൻ അല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ അവരെ താക്കീത് ചെയ്യുകയും വാൺ ചെയ്യുകയും ചെയ്തു. അന്ന് ആ സമയത്ത് അവർ എടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഇനി ഞങ്ങൾ റിറ്റാലിയേഷനും പോകുകയില്ല, ഞങ്ങൾ ക്രിസ്തീയ മാർഗം വെടിഞ്ഞ് ക്രിസ്തീയ പ്രവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല. കാരണം ഒരുപാട് സംസാരിക്കേണ്ടി വന്നു. അന്ന് ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് പോയത്, സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ പോയതാണ്, സർക്കാർ അയച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ആധികാരികതയോടുകൂടി സംസാരിക്കെ അവർ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ഇനി അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ലെന്ന് ആ മൊറയിലുള്ള ആളുകൾ, അവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ അവർ പറയുകയും ചെയ്തു. അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെയൊക്കെ ഓമനപുത്രനായിരിക്കുന്ന IAS ഓഫീസറായിരിക്കുന്ന ആശിഷ് ദാസ് സാറ് അവിടുത്തെ സബ് കളക്ടറാണ്, കൊല്ലംകാരനായിരിക്കുന്ന നമ്മുടെ അവിടുത്തെ കൊല്ലം ഇടവകയുടെ ഒരു അംഗം കൂടിയാണ്. ആ ഓമനപുത്രൻ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ വളരെ സമാധാനം ഉണ്ടെന്നുള്ളത് നേരടിയായി കാണാനായിട്ടും കൂടെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. യെസ്. മണിപ്പൂരിൽ അങ്ങ് നടത്തുന്ന സമാധാന ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട പ്രിയ സഹോദരിമാരെ മാപ്പ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, ഫാദർ എബ്രാഹാം ഇരിബിനിക്കൽ, സിസ്റ്റർ ജോസിയ SD, 3 പേർക്കും നന്ദി.